വെൽക്കം ഗൈസ്, പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു അപ്ഡേറ്റ് ഇമേജ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ഈ അപ്ഡേറ്റ്. സോഷ്യൽ മീഡിയ മൊത്തം തരംഗമായ ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഇതാ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ വൈശാഖും വീണ്ടും ഒന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കൺഫർമേഷൻ ആയിട്ടുള്ളത്. എന്തായാലും മോൺസ്റ്ററിന് ശേഷം നമ്മുടെ വൈശാഖ് പറഞ്ഞൊരു കാര്യം, ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യം, മോൺസ്റ്റർ OTT വേണ്ടി റിലീസ് ചെയ്തതാണെന്നും പടത്തിൻ്റെ ആ നേരത്തെ ചില സാമ്പത്തിക പ്രഷർ കൊണ്ടാണ് പടം തിയേറ്ററിൽ വിട്ടുകൊടുത്തതെന്നും ആ ഒരു നഷ്ടങ്ങൾക്കെല്ലാം താനാ ഉത്തരവാദിയെന്ന് നമ്മുടെ വൈശാഖ് പറയുന്നുണ്ടായി. എന്തായാലും നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അതിനുശേഷം നമ്മുടെ വൈശാഖ് പറഞ്ഞത്. ഒന്നുമല്ല തൻ്റെ കരിയറിൽ താൻ ലാലേട്ടനെ പറ്റി ചെയ്യാൻ പോകുന്ന ആ ഒരു സിനിമയാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ, അതൊരു ഹെവി പടം തന്നെയാണെന്നാണ് നമ്മുടെ വൈശാഖ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ലാലേട്ടനെ വെച്ച് പുലിമുരുകന് ഗംഭീര ഒരു കംബാക്ക്, ഗംഭീര ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എല്ലാം കൊടുത്ത വൈശാഖ് തന്നെയാണ്. അന്ന് പുലിമുരുകനല്ല ചെയ്യാനിരുന്നത്, അതിലും വലിയൊരു സിനിമയായിരുന്നു താൻ പ്ലാൻ ചെയ്തതെന്നും പടം ചില സാങ്കേതിക കാരണങ്ങളാൽ പുലിമുരുകനിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. എന്തായാലും ഇനിയുള്ള ഈ ഒരു വരാനിരിക്കുന്ന സിനിമ ലാലേട്ടനെ വെച്ചിട്ടുള്ളത് വലിയൊരു ക്യാൻവാസിലുള്ള വലിയൊരു സിനിമ തന്നെയാണ്. എന്തായാലും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന പോലെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉടൻ ഉണ്ടാകുമെന്ന് നമ്മുടെ വൈശാഖ് പറഞ്ഞു. അതുപോലെ തന്നെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആശീർവാദ് സിനിമാസ് തന്നെയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും നമ്മുടെ വൈശാഖ് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. എന്തായാലും ടർബോ 2 എന്നൊരു പറയുന്ന ഒരു കാര്യം വൈശാഖ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് കാര്യങ്ങളിൽ നിന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനും ആ ഒരു അനൗൺസ്മെൻറ്റിനും വേണ്ടിയും കാത്തിരിക്കാം. വൈശാഖിൻ്റെ കൂടെ വീണ്ടും ലാലേട്ടനൊരു ഹെവി ആക്ഷൻ പടമായിട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വേണ്ടി. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.